ടെഹ്റാൻ ഇതുവരെ വേണ്ടത്ര വേദന അനുഭവിച്ചിട്ടില്ല എന്നും ഇറാനുമേൽ സർവനാശം വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു മാസീവ് അറ്റാക്ക് നടത്തും എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയേക്കാൾ വലിയ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇത്തരം ബുദ്ധിശൂന്യമായ ആക്രമണങ്ങൾക്ക് ട്രംപ് വരും ദിവസങ്ങളിൽ വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഇത് സംബന്ധിച്ച് ഇറാന്റെ മറുപടി. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ ഖുർഷേൻ ദ്വീപിലും വ്യാപക സ്ഫോടനങ്ങൾ നടന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ ഇസ്രായേലിനെ കൂട്ടുപിടിക്കില്ല. ഇസ്രായേൽ ആവശ്യപ്പെട്ടാൽ ഈ ആക്രമണത്തിൽ ഒപ്പം നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെയൊരു കാര്യം ഇസ്രായേലിനോട് ആവശ്യപ്പെടില്ല. തങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഈ ആക്രമണം നടത്തും എന്നിങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ ആണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നന്ദനയാണ് ചേരുന്നത്. നന്ദന, പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഇറാനെ ആക്രമിക്കും, അത് ഇതുവരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളെക്കാൾ വലുതായിരിക്കും. അങ്ങനെയാണല്ലോ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അഭിലാഷ്, പശ്ചിമേഷ്യയിൽ യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 13 ദിവസമായി തുടർച്ചയായി US ഇറാനിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വൻ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. എന്നാൽ ടെഹ്റാൻ ഇതുവരെ വേണ്ടത്ര വേദന അനുഭവിച്ചിട്ടില്ല എന്നും ഇറാനുമേൽ സർവനാശം വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു മാസീവ് അറ്റാക്ക് നടത്തുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. മറുഭാഗത്ത് ഇറാന്റെ പ്രതികരണവും വളരെ ശക്തമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ബുദ്ധിശൂന്യമായ ആക്രമണങ്ങൾക്ക് ട്രംപ് വരും ദിവസങ്ങളിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇറാന്റെ പ്രതികരണം. നിലവിലെ വിവരമനുസരിച്ച് ഇറാനിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ ഗഷം ദ്വീപിലും തുറമുഖ നഗരമായ ജാസ്ക്, ഗോന്താബ്, ഗൊറമാബാദ്, കൊനാരക് എന്നിവിടങ്ങളിലും പ്രൊജക്ട് ലൈറ്റുകൾ പതിച്ചു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. തലസ്ഥാനമായ ടെഹ്റാന് മുകളിലും ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിച്ചു വരികയാണ്. ഇതിനിടെ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും യുദ്ധം പടരുകയാണ്. ഇറാൻ മിസൈൽ ഡ്രോൺ നീക്കങ്ങളെ തടഞ്ഞതായി കുവൈറ്റ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. US ബോംബോ വിമാനങ്ങൾ UK താവളങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് രംഗത്ത് വന്നതോടെ UK സൈന്യവും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം വൻ വിലക്കയറ്റത്തിനും മാനുഷിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നത്. ചുരുക്കത്തിൽ കഴിഞ്ഞ 13 ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷവും ഇരുവിഭാഗവും നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാത്തതിനാൽ പശ്ചിമേഷ്യയിൽ ശാന്തിയുടെ ദിനങ്ങൾ അകലെയാണെന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. അഭിലാഷ്. യെസ് നന്ദന, ഇതിൽ മറ്റൊരു വിഷയം കൂട്ടിച്ചേർക്കേണ്ടത് ഈ യുദ്ധം അത് വലിയ തോതിൽ ഭീതി പരത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റഷ്യ വലിയ ഇന്ധന പ്രതിസന്ധിയാണ് നേരിടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. അവിടെ യുക്രൈൻ റിഫൈനറികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഹോർമോസ് കടലിടുക്കിൽ ഈ അരക്ഷിതാവസ്ഥ തുടരുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചു വരികയാണ്. അത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം. ഒരുപക്ഷെ വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നേക്കുമെന്ന സൂചനയാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? അതെ അഭിലാഷ്, ചെങ്കടലിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ മറ്റു പ്രധാന സമുദ്രപാതകൾ കൂടെ അടങ്ങിയിരിക്കുമോ എന്ന ഭീതി ഉയർന്നതോടെ ക്രൂഡ് ഓയിൽ വില 6.2% ഉയർന്നിട്ടുണ്ട്. പ്രധാന കയറ്റുമതി പൈപ്പ് ലൈൻ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് കസാക്കിസ്ഥാൻ താൽക്കാലികമായി ഉൽപ്പാദനം കുറച്ചതും വിപണിയിൽ എണ്ണ ലഭ്യത കുറയാനുള്ള ഒരു കാരണമാണ്. ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ടതായി ഇറാൻ അനുകൂല ഹൂതി സേന അവകാശപ്പെട്ടതിനെ തുടർന്ന് മെയ് മാസത്തിനു ശേഷം ആദ്യമായാണ് ക്രൂഡ് ഓയിൽ വില $100 മുകളിൽ വ്യാപാരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അഭിലാഷ്. ഹോർമോസ് കടലിടുക്കിലെ അരക്ഷിതാവസ്ഥ അത് അന്താരാഷ്ട്ര വിപണിയിൽ ഇനിയും ക്രൂഡ് ഓയിലിന്റെ വില ഉയർത്തിയേക്കും എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരുപക്ഷെ ഡോളറിന് ബാരലിന് $120 എന്ന നിലയിലേക്ക് അടക്കം വില ഉയർന്നേക്കും എന്ന സൂചനകളുണ്ട്. അതേസമയം വീണ്ടും പശ്ചിമേഷ്യ സംഘർഷമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ആക്രമണം ഇതിനു മുമ്പ് അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ള ഏതൊരു ആക്രമണത്തെക്കാൾ വലിയ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.